മഞ്ചേശ്വരത്തെ SDPI സ്ഥാനാർത്ഥി KM അഷ്റഫിനെ പിൻവലിച്ചേക്കും. സ്ഥാനാർത്ഥിയെ പിൻവലിക്കാൻ UDF നേതൃത്വം ബന്ധപ്പെട്ടെന്ന് SDPI സംസ്ഥാന പ്രസിഡന്റ് CP ലത്തീഫ് പറഞ്ഞു. BJPയുടെ തോൽവി ഉറപ്പാക്കേണ്ടത് SDPയുടെ മാത്രം ബാധ്യതയല്ല. UDF അവരുടെ സമീപനത്തിൽ മാറ്റം വരുത്തട്ടെ എന്നും CP ലത്തീഫ് പ്രതികരിച്ചു. SDPI ഈ പ്രാവശ്യം 45 മണ്ഡലങ്ങളിൽ സംസ്ഥാനത്ത് മത്സരിക്കുന്നുണ്ട്. വലിയ ഒരു വോട്ട് ഷെയർ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്നാണ് SDPയുടെ പ്രതീക്ഷ. അല്ല, പേര് സ്വാഭാവികമായി സംഭവിക്കുന്നതാണ്. ഞങ്ങളൊരു അഷ്റഫ് എന്ന പേരിന് ബദലായി വേറൊരു അപ്പരൻ്റെ പേരുണ്ടാക്കി കൊണ്ടുവന്നതല്ല. SDPI സ്ഥാനാർത്ഥി പിന്തിരിയണമെന്ന് SKSSF ആവശ്യപ്പെട്ട് വിവരങ്ങളുമായി ഗോകുൽ K വേണുഗോപാൽ ചേർന്നു. ഗോകുൽ, KM അഷ്റഫ് എന്താണ് ഒരു അപരൻ്റെ പേര് എന്നൊക്കെ പറയുന്നത് ചുമ്മാതാണെന്ന് തോന്നുന്നു. കാര്യം അദ്ദേഹത്തിൻ്റെ പേര് അഷ്റഫ് ബഡാജെ എന്നായിരുന്നു അക്കാലം ഉത്തരം ഉണ്ടായിരുന്നത്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമ്പോൾ മാത്രം അത് ശരിയാണ്. ഇപ്പം നാമനിർദ്ദേശ പത്രിക ശരിയായ പേര് കൊടുക്കണം, പക്ഷേ അത് KM അഷ്റഫ് എന്നതിലേക്ക് മാറുന്നുണ്ട്. അപ്പോൾ രണ്ടർത്ഥത്തിൽ, ഒന്ന് അവിടെ K സുരേന്ദ്രൻ ജയിച്ചാലും SDPI എന്താ അവിടെ നിർത്തും, വോട്ട് സ്പ്ലിറ്റ് ചെയ്യും. രണ്ടാമത്തെ കാര്യം KM അഷ്റഫിൻ്റെ പേരിനോട് സമാനതയുള്ള KM അഷ്റഫ് എന്ന തരത്തിൽ ഒരു വിമത ഇമ്പാക്റ്റും അല്ലെങ്കിൽ അപര ഇമ്പാക്റ്റും അതിലുണ്ടല്ലോ. സ്ഥാനാർത്ഥിയെ പിൻവലിക്കുമെന്നാണോ പിൻവലിക്കില്ലെന്നാണോ ഗോകുൽ? നാളെ വൈകിട്ട് 3 മണി വരെ ഇത് സംബന്ധിച്ച സമയമുണ്ട്, സാവകാശമുണ്ട് എന്നാണ് SDPIയുടെ സംസ്ഥാന പ്രസിഡന്റ് CP ലത്തീഫ് പറയുന്നത്. ചർച്ച ചെയ്തതിനു ശേഷം മാത്രമായിരിക്കും ഇത്തരത്തിലൊരു തീരുമാനമെടുക്കുക എന്ന് പറയുന്നു. മാത്രമല്ല, അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം BJPയെ തോൽപ്പിക്കുക എന്നത് SDPIയുടെ മാത്രം ബാധ്യതയല്ല. നേമത്തെ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹം ഇത്തരത്തിലൊരു പരാമർശം നടക്കുന്നത്. കാരണം നേമത്ത് BJP ജയിക്കാൻ സാധ്യതയുണ്ട് എന്ന് BJP പറയുന്ന മണ്ഡലം അവരുടെ A ക്ലാസ് മണ്ഡലമാണ്. അവിടെ 3ാം സ്ഥാനത്തുള്ള കോൺഗ്രസ് അവരുടെ സ്ഥാനാർത്ഥിയെ പിൻവലിക്കുന്നില്ലല്ലോ. പിന്നെ എന്തിനാണ് SDPI മാത്രം അത്തരത്തിലൊരു സമീപനം സ്വീകരിക്കുന്ന ഒരു കാര്യം പ്രധാനമായും അദ്ദേഹം മുന്നോട്ടേക്ക് വെക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ SDPIയോടുള്ള ഇവരുടെ രാഷ്ട്രീയ സമീപനത്തിന് മാറ്റം വരുത്തണമെന്നൊരു കാര്യം കൂടി അദ്ദേഹം പങ്കുവയ്ക്കുന്നു. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ നമുക്കറിയാം, പത്തനംതിട്ട കോട്ടാങ്കൽ പഞ്ചായത്തിലൊക്കെ SDPIയുടെ പിന്തുണയോടുകൂടി കോൺഗ്രസിന്റെ പ്രസിഡന്റ് വരികയും പിന്നീട് ആ പിന്തുണ പിൻവലിച്ച പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുകയും ചെയ്യുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതിലൊക്കെ മാറ്റം വരുത്തിയാൽ മാത്രമേ ഇത്തരം സമീപനത്തിൽ, അതായത് മഞ്ചേശ്വരത്തെ SDPIയുടെ സ്ഥാനാർത്ഥിയെ മാറ്റുന്ന കാര്യത്തിൽ ഒരു സമീപനം ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ അവർ ഉറപ്പ് പറയുന്നുള്ളൂ. നാളെ വൈകിട്ട് 3 മണി വരെ ഇതിനുള്ള സമയമുണ്ട്, സാവകാശമുണ്ട്. SDPIയുടെ സ്ഥാനാർത്ഥിയെ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രധാനപ്പെട്ട UDFന്റെ നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ തങ്ങളെ വിളിച്ചിട്ടുണ്ട് എന്നൊരു കാര്യം കൂടി അവർ മുന്നോട്ടേക്ക് വെക്കുകയാണ്. ഈ ഘട്ടത്തിൽ മുസ്ലിം സമുദായ സംഘടനകളൊക്കെ മുന്നോട്ടേക്ക് വരുന്നുണ്ട്. SDPIയുടെ ഈ സമീപനത്തിനെതിരെ, അവിടെ അവർ സ്ഥാനാർത്ഥിയെ നിർത്തിയതിനെതിരെ സമുദായ സംഘടനകളൊക്കെ മുന്നോട്ടേക്ക് വരുന്നുണ്ട്. SKSSF ഇപ്പോൾ മുന്നോട്ടേക്ക് വന്നിട്ടുണ്ട്. ഈ സമുദായത്തെ ഭിന്നിപ്പിക്കുന്ന, മതേതര വോട്ടുകൾ ഭിന്നിപ്പിക്കുന്ന നടപടികളിൽ നിന്ന് SDPI പിന്മാറണമെന്നാണ് അവർ പ്രധാനമായും പറഞ്ഞിട്ടുള്ളത്. ഈ രീതിയിൽ മഞ്ചേശ്വരത്തും കാസർഗോഡും ഒക്കെ SDPIക്ക് വിജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളാണ്. അവിടെ BJPയുടെ വിജയ സാധ്യത ഇല്ലാത്ത മണ്ഡലങ്ങളിൽ തങ്ങൾ മത്സരിക്കണമെന്നാണെങ്കിൽ വല്ല ബംഗ്ലാദേശിലോ മറ്റോ പോയി മത്സരിക്കേണ്ടി വരും എന്നൊരു രാഷ്ട്രീയ ആരോപണം കൂടി SDPI മുന്നോട്ടേക്ക് വെക്കുന്നുണ്ട്. കാരണം BJPയെ തോൽപ്പിക്കുക അല്ലെങ്കിൽ BJPയുടെ വിജയം തടയുക എന്നത് നമ്മുടെ മാത്രം രാഷ്ട്രീയ ഉത്തരവാദിത്തമല്ലല്ലോ എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യത്തിന് മറുപടി പറയേണ്ടത് തീർച്ചയായിട്ടും ഈ പറയുന്നത് പോലെ LDF UDF മുന്നണികളാണ്. മറ്റു മണ്ഡലങ്ങളിൽ, അതായത് വേങ്ങര ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ ഈ പറഞ്ഞതുപോലെ LDFന്റെ സ്ഥാനാർത്ഥി സഭാവ് കുണ്ടുപുഴയ്ക്കൽ ഉൾപ്പെടെയുള്ള LDFന്റെ സ്ഥാനാർത്ഥികൾ തങ്ങളുടെ വോട്ട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് എന്നൊരു കാര്യം കൂടി അവർ പറയുന്നുണ്ട്. കഴിഞ്ഞ തവണ താനൂരിൽ V അബ്ദുറഹ്മാൻ SDPI പിന്തുണച്ചിരുന്നു. ഇത്തവണ തിരൂരിൽ അദ്ദേഹം മാറിയ സമയത്ത് പിന്തുണയ്ക്കണോ എന്ന വേണ്ട കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ല. അത്തരം ചർച്ചകളൊക്കെ നടക്കുകയാണ്. ചർച്ചകൾക്ക് ശേഷമായിരിക്കും. SDPI എന്ന് പറയുന്ന അത് രാഷ്ട്രീയ സംഘടനയാണ് എന്ന് പറയുമ്പോൾ പോലും അത് വർഗീയ സംഘടന എന്ന ആരോപണം കേട്ടിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ്. പോപ്പുലർ ഫ്രണ്ട് ബന്ധമൊക്കെ എപ്പോഴും ചർച്ച ചെയ്യപ്പെടാറുള്ളതാണ്. അവരുടെ സംസ്ഥാന ലക്ഷ്യമായി തന്നെ പറയുന്നത് RSS വിരുദ്ധതയും RSSനെ ചെറുക്കുക, പ്രതിരോധം അപരാധമല്ല എന്നൊക്കെയുള്ള മുദ്രാവാക്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഇടപെടലുകളൊക്കെ ആയിരുന്നു. പക്ഷേ മഞ്ചേശ്വരത്തേക്ക് വരുമ്പോൾ ആ കളി അവിടെ മാറുന്നുണ്ട്. അവിടെ KM അഷ്റഫിന് അപരനായി KM അഷ്റഫ് നിർത്തി വോട്ട് പിടിച്ച് അത് എന്ന് പറഞ്ഞാൽ മഞ്ചേശ്വരമൊക്കെ ഇഞ്ചോടിഞ്ച് നെറ്റ് ടു നെറ്റ് ഫൈറ്റ്, നാരോ ലൈനിൽ പോകുന്ന മണ്ഡലങ്ങളാണ്. അപ്പോൾ വോട്ട് പിടിച്ച് K സുരേന്ദ്രൻ BJP സ്ഥാനാർത്ഥി ജയിച്ചാലും അതാണ് തരക്കേടില്ല എന്ന മട്ടിൽ അവർ സ്ഥാനാർത്ഥി ഇതുവരെ ഫീൽഡ് ചെയ്യുകയാണ്. അതൊരു കേവലം ഒരു സ്ഥാനാർത്ഥി എന്നതിനപ്പുറം KM അഷ്റഫ് എന്ന രണ്ട് അസാധ്യമായ സാദൃശ്യമുള്ള ഒരു സ്ഥാനാർത്ഥിയെ കൂടി കണ്ടുപിടിക്കുന്നുണ്ട് SDPI. അപ്പോൾ കാത്തിരുന്നാണ്. നാളെ വൈകുന്നേരം വരെയാണ് സമയം. അപ്പോൾ പിൻവലിക്കുമോ ഇല്ലയോ എന്നുള്ള ആലോചന അവർ നടത്തുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.